ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടിപ്പാണ്. നമ്മൾ മലയാളികൾ എന്നും ആവശ്യമുള്ളൊരു ചെടിയാണ് കറിവേപ്പില. കാരണം നമുക്ക് ചമ്മന്തി തൊട്ട് ബാക്കിയുള്ള സാമ്പാർ ഉൾപ്പെടെ എല്ലാ കറികളിലും നമ്മൾ കടുവറുത്തിടാറുണ്ട്. അപ്പോൾ കടുവറുത്തിടുന്ന കാര്യം പറയുമ്പം നമ്മൾ പറക്കി കളയാൻ വേണ്ടിയാണ് പലരും കറിവേപ്പില ഉപയോഗിക്കുന്നത്. പക്ഷേ കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില ഇല്ലെങ്കിൽ നമുക്ക് കടുവറക്കുമ്പോൾ ഒരു ഭക്ഷണത്തിനൊരു സ്വാദോ രുചിയോ മണമോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും വളർത്തുന്നതാണ് കറിവേപ്പ്. ഈ കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ചു വളരാൻ എന്തൊക്കെ ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കറിവേപ്പിന് നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം തലയത്ത് എടുത്ത് വെച്ചിട്ട് ഒഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് വൈറ്റമിൻ ബിയുടെ കണ്ടൻ്റ് ഉണ്ട്. അത് ചെടിക്ക് നല്ലതാണ്. അപ്പം അരി കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തണുപ്പിച്ചൊഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തുവാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മോരുണ്ടല്ലോ, മോര് കൂടെ ചേർത്ത് കഞ്ഞിവെള്ളം ചേർത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മോരെന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അമ്ല സ്വഭാവമുള്ള ഗുണങ്ങളിൽ നല്ലോണം വളരുന്ന ഒന്നാണ് കറിവേപ്പ്, അസിഡിറ്റി. അപ്പോൾ നമ്മൾ ഈ കുമ്മായമൊക്കെ ഇട്ട് ഇതിൻ്റെ അസിഡിറ്റി മാറ്റി ന്യൂട്രലാക്കി വെക്കാറുണ്ട്. അപ്പം കറിവേപ്പിന് മോരൊഴിക്കുമ്പോൾ അതിനകത്ത് കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് ആസിഡിറ്റി കൂട്ടുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ഈ മോരിനകത്ത് ഒരുപാട് നൈട്രജൻ ഉണ്ട്. നൈട്രജൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ കറിവേപ്പ്. അപ്പം അതും കിട്ടും. മാത്രമല്ല പ്രൊബയോട്ടിക് ബാക്ടീരിയ, ഗുണമുള്ളൊരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിത് ചുവട്ടിൽ ഒഴിക്കുമ്പോൾ പോയിട്ട് മൈൽഡ്യൂ പോലുള്ള പല ഫംഗൽ ഡിസീസും ഈ മോരിനകത്തുള്ള ബാക്ടീരിയയ്ക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ചിലർ ഐസ് കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കും. തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. കാരണം ചുവട്ടിൽ തണുപ്പ്. പിന്നെ ചൂടുകാലമാകുമ്പം ഇല കൊഴിച്ചിലൊക്കെ ചിലയിടത്ത് കാണിക്കാറുണ്ട്. പിന്നെ അധികം പുഴുക്കളുടെ ശല്യമൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ കീടശല്യമൊന്നും നമ്മുടെ കറിവേപ്പുകൾ കാണിക്കാറില്ല. പിന്നെ കായത്തിൻ്റെ ഒരു അംശം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടും. പിന്നെ മുട്ടയുടെ തോട് നമ്മൾ നല്ല രീതിയിലൊരു കവറിലിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ സാധാരണയായിട്ട് ഫിഷ് അമിനോ ആസിഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ മോര് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം കറിവേപ്പ് പിന്നെ പ്രൂണിങ് ആണ് മസ്റ്റ്. കറിവേപ്പില ഇത് പ്രൂൺ ചെയ്ത ചെടിയാണ്. ഇങ്ങനെ ബ്രാഞ്ചായിട്ട് കിളിച്ചിരിക്കുന്നുണ്ടോ. നല്ല രീതിയിൽ നമ്മൾ വേനൽക്കാലം കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കാരണം ഇപ്പോൾ ഒരു കറിവേപ്പ് എടുക്കുവാണെങ്കിൽ ഇവിടം വെച്ച് കട്ട് ചെയ്തെടുക്കുക, ഇല പറിച്ചെടുക്കാതിരിക്കുക. അപ്പം ഇതൊരു പ്രൂണിങ്ങായി. അവിടുന്ന് പുതിയ തളിരിലകൾ വരും. അങ്ങനെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്താൽ കറിവേപ്പ് നല്ല രീതിയിലാണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന് ബ്രാഞ്ചസ് കണ്ടില്ലേ, ഇത്രയും ബ്രാഞ്ചസ് വരാൻ കാരണം നോക്കിയേ, ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഞാൻ വിട്ടിട്ട്, ഇത് തായ്ലൻഡ് കറിവേപ്പാണ്. ഇത്രയും ബ്രാഞ്ചസായി നിൽക്കുന്നുണ്ടോ. ഇതൊരു 4-4.5 വർഷമായ കറിവേപ്പാണിത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പും കിട്ടും. നല്ല മണം, നമ്മുടെ കറിവേപ്പിനേക്കാൾ മണം കൂടിയതാണിത്. നമ്മുടെ കറിവേപ്പ് ഇതേ രീതിയിൽ നമുക്ക് നടാം. അപ്പം എന്നും ഇലയുടെ അത്യാവശ്യം വരുമ്പോൾ പോയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാതിരിക്കുക. കട്ട് ചെയ്തിട്ട് ഒരു കൊലയായിട്ടെടുത്ത് ഒരാഴ്ച യൂസ് ചെയ്യുക. അപ്പം കറിവേപ്പ് പുതിയത് പൊട്ടിക്കിളിച്ച് വരും. ഇങ്ങനെ ബ്രാഞ്ചായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അടുപ്പിലൊക്കെ ചാരം അതിന് മുമ്പുള്ള ആഷിന് മുമ്പുള്ള കരിയുണ്ട്, ചാർക്കോൾ. ഈ ചാർക്കോളിൻ്റെ കട്ട കൊണ്ടുവന്ന് പൊടിച്ച് ചുവട്ടിലിട്ട് കൊടുത്താൽ അതിൽ ജലാംശം പിടിച്ചു നിർത്താൻ സഹായിക്കും. അതും കറിവേപ്പിന് നല്ലതാണ്. അപ്പം നമുക്ക് വേറെ വളങ്ങളൊന്നും വേണ്ട. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, NPK ഒന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ഇട്ടാൽ കറിവേപ്പ് എന്നും. പക്ഷേ നമ്മൾ ഒരിക്കൽ ഒഴിച്ചിട്ട് പിന്നെ ഒഴിക്കത്തില്ല. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ വളം ചെയ്താലും പ്രൂൺ ചെയ്തെടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഇലകൾ കിട്ടും. അപ്പം കറിവേപ്പിലയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ ഫ്രം ഗ്രീൻ ഗ്രാമ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.